നമസ്തേ, ഞാൻ റെജിമോൻ. നമ്മൾ വിവിധ ദിവസങ്ങളായി ഠാക്കുർ കാ കുവാം വരെയുള്ള പാഠങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വിക്ടേഴ്സ് ചാനലിൽ ഇപ്പോൾ ഠാക്കുർ കാ കുവാം എന്ന പാഠം വരെയാണ് എടുത്തിട്ടുള്ളത്. ഇനി തുടർന്നുള്ള പാഠങ്ങൾ എടുക്കുമോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് വ്യക്തതയില്ലാത്തതിനാൽ ഇനി തുടർന്നുള്ള പാഠങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ എടുത്താൽ മാത്രമേ നമ്മൾ പുതിയ പാഠങ്ങളിലേക്ക് കടക്കുന്നുള്ളൂ. അതുകൊണ്ട് റിവിഷൻ്റെ ഭാഗമായി നമ്മൾ ആദ്യ പാഠം മുതൽ ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഇന്ന് ബീർ ബഹൂട്ടി എന്ന പാഠത്തിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് നോക്കാം. ഇക്കായ് 1 പേജ് നമ്പർ 7 നിങ്ങളുടെ ടെസ്റ്റിൽ നോക്കുക. ഇക്കായി സ്റ്റാർട്ട് ചെയ്യുന്ന പേജ് നോക്കുക. അവിടെ ഒരു ബോക്സിനുള്ളിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്താണെന്ന് നോക്കൂ. പ്യാർ ബാരിഷ് കി പെഹലി ബൂന്തോ മേഹെ. സ്നേഹം മഴയുടെ ആദ്യ തുള്ളികൾ. നമ്മൾ മഴയുടെ ആദ്യ തുള്ളികളെ നമുക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ബാരിഷ് എന്ന് വെച്ചാൽ മഴ എന്നാണ് അർത്ഥം. പെഹലി ബോണ്ട് ആദ്യത്തെ തുള്ളി. അപ്പോൾ ഇഷ്ടം മഴയുടെ ആദ്യ തുള്ളികളോടുണ്ട്. പ്യാർ ഭൂലോങ്കി ഖുശ്ബൂ മേ ഹേ. അതുപോലെ പൂക്കളുടെ സുഗന്ധത്തോടും നമുക്ക് ഇഷ്ടമുണ്ട്. പ്യാർ ഢൽത്തെ സൂരജ് കി കിരണോ മേ ഹേ. സ്നേഹം അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളോട് ഉണ്ട്. അതുപോലെ പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മീദ് മേ ഹേ. ഓരോ പുതിയ ദിവസത്തിൻ്റെയും പ്രതീക്ഷയോട് നമുക്ക് ഇഷ്ടമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളതായ പല കാര്യങ്ങളോടും നമുക്ക് ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നതായ പാഠം ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്നുള്ളതിൻ്റെ അർത്ഥം റെഡ് വെൽവെറ്റ് മൈറ്റ്. റെഡ് വെൽവെറ്റ് മൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പേരിൽ തന്നെ വ്യക്തമാണ്. റെഡ് എന്നാൽ ചുവപ്പ് എന്നർത്ഥം. വെൽവെറ്റ് നിങ്ങൾക്കറിയാം, വെൽവെറ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് വെൽവെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാണിയുടെ പേരാണ് ബീർ ബഹൂട്ടി. ഈ പ്രാണിയുടെ പ്രത്യേകത വെൽവെറ്റ് പോലെ സോഫ്റ്റായ ചുവന്ന നിറത്തിലുള്ള വളരെ ആകർഷണീയതയുള്ളതായ ഒരു ചെറു പ്രാണിയാണ് ബീർ ബഹൂട്ടി. ഇത് നമ്മുടെ പ്രദേശങ്ങളിൽ അധികമായി കാണുന്നില്ല എങ്കിലും കർണാടക പോലെയുള്ള പ്രദേശങ്ങളിൽ ഈ പ്രാണിയെ കാണുന്നുണ്ട്. ഔഷധ ഗുണമുള്ളതായി പറയപ്പെടുന്നു. ഇവിടെ ബീർ ബഹൂട്ടി എന്നത് ഒരു കഥയാണ്. എഴുതിയത് പ്രഭാത്. നമുക്ക് നോക്കാം പ്രഭാതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് युवा कवि प्रभात का जन्म राजस्थान के खरौली में 1972 को हुआ. യുവകവിയായ പ്രഭാത് ജനിച്ചത് രാജസ്ഥാനിലെ കരൗലി എന്ന സ്ഥലത്ത് 1972 1972 എന്നുള്ളതിന് ഹിന്ദി 1972. आप कवि होने के साथ साथ कहानीकार भी हैं. അദ്ദേഹം കവി എന്നതിനോടൊപ്പം തന്നെ കഥാകൃത്ത് കൂടിയാണ്. കഹാനികാർ കഥാകൃത്ത്. കാസിബായി പാനി കി ഗാഡിയോ മേ ഝൂസ്താ രഹ ജാത്താ രഹ ആദി ആപ്കി പ്രമുഖ രചനായി. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള രചനകളുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. കാസിബായി, പാനി കി ഗാഡിയോ മേ, ഝൂസ്താ രഹ, ജാത്താ രഹ മുതലായവ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ബീർ ബഹൂട്ടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബീർ ബഹൂട്ടി ഒരു പ്രാണിയാണ്. കഥ ശ്രദ്ധിക്കുക. ബാദൽ ബഹുത് ബരസ് ലിയേ थे. മഴ വളരെയധികം പെയ്യുന്നുണ്ടായിരുന്നു. മഴ നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. അതായത് ബാദൽ എന്നുള്ളതിൻ്റെ അർത്ഥം മേഘം എന്നാണ്. മേഘം പെയ്യുന്നുണ്ടായിരുന്നു പറഞ്ഞാൽ അർത്ഥം മഴ പെയ്തിരുന്നു. ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. പിന്നെയും മേഘങ്ങളിൽ ധാരാളം വെള്ളം ശേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇനിയും മഴ പെയ്യാൻ
സാധ്യതയുണ്ട്. ആ രീതിയിലുള്ള അവസ്ഥയിലാണ്. ധാരാളം കാർമേഘങ്ങൾ ഉരുണ്ട് കൂടിയിട്ടുണ്ട്. വേ ഖേത്തോ ജംഗലോ കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. ഈ മേഘങ്ങൾ കൃഷിയിടങ്ങൾക്ക് മുകളിലും വനപ്രദേശങ്ങൾക്ക് മുകളിലുമൊക്കെ സ്പ്രെഡ് ചെയ്തിരുന്നു, വ്യാപിച്ചിരുന്നു. സാര ആകാശ് മേഘോ സെ ഭരാ ഥാ. ആകാശം മുഴുവൻ മേഘങ്ങളാൽ നിറഞ്ഞിരുന്നു. മേഘോं की छाया में गीली हवाएं इधर उधर घूम रही थी. മേഘങ്ങളുടെ ആ നിഴലിൽ ഗീലി ഹവായി, അതായത് തണുത്ത കാറ്റ് അവിടെ എവിടെയായി വീശിയിരുന്നു. പേടോങ്കെ തന്നെ അബീബി ഗീലേ ഥേ. മരങ്ങളുടെ തടി ഇപ്പോഴും നനഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചു മുമ്പ് മഴ പെയ്തതിൻ്റെതായ ലക്ഷണങ്ങളാണ് പറയുന്നത്. മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ പീലെ ഭൂൽ അബീബി ഗീലേ ഥേ. മൂങ് ഫലി എന്ന് പറഞ്ഞാൽ നിലക്കടല എന്നാണ് അർത്ഥം. അപ്പം നിലക്കടലയുടെ പച്ച പുതച്ചതായ കൃഷിയിടത്തില് മഞ്ഞ പൂക്കൾ നനഞ്ഞ അവസ്ഥയിലായിരുന്നു, ഇപ്പോഴും നനഞ്ഞ അവസ്ഥയിലായിരുന്നു. കുറച്ചു മുമ്പ് ഈ പാടത്ത്, നിലക്കടല പാടത്ത് മഴ പെയ്തിരുന്നു. ആ നിലക്കടല ചെടിയിലെ പൂക്കളുടെ നിറം മഞ്ഞ നിറം. ആ മഞ്ഞ നിറത്തിലുള്ള പൂക്കളിലും വെള്ളം പറ്റിപ്പിടിച്ചിരുന്നു. ഖേത്തോമേ ഛോട്ടാ ഛോട്ടാ ബാജറ ഉഗാഥ. കൃഷിയിടങ്ങളിൽ ചെറിയ ചെറിയ ബജറ എന്ന് പറയുന്ന ധാന്യം വളർന്നു നിന്നിരുന്നു. ബാജറെ കെ ലംബേ പത്ലെ പാത്തോമേ പാനി കി ബൂന്ദേ അട്കി ഹുയി ഥി. ബജറയുടെ നീളം കൂടിയതായ ആ ഇലയില് നെൽച്ചെടി പോലുള്ളതായ ഒരു ഇനം ധാന്യച്ചെടിയാണ് ഈ ബജറ. അതിലെ നെൽച്ചെടിയുടെ തന്നെ അതേ ആകൃതി, അതേ രൂപത്തിലാണ് അതിൻ്റെയും ഇലകൾ. അപ്പോൾ അതിൻ്റെ നീളം കൂടിയതായ വളരെ വണ്ണം കുറഞ്ഞതായ ഇലകളിൽ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരുന്നു. അടക്കാ പോണെന്ന് വെച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുക, തങ്ങിയിരിക്കുക എന്നർത്ഥം. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध उली हुई थी. മഴ പെയ്തിരിക്കുന്നതായ അവസ്ഥയിൽ ഉള്ളതായ ആ വായുവിൽ, അതുപോലെ നനഞ്ഞ് ഇരിക്കുന്നതായ കൃഷിയിടങ്ങളിൽ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ്, മഴയുടെ പച്ചപ്പിൻ്റെതായ ഗന്ധം അവിടെ നിറഞ്ഞിരുന്നു എന്ന് പറയുകയാണ്. ഉന്നെ ബീർ ബഹുഠിയോ സെ മിൽനാ ഹോതാ ഥാ. ഇവിടെ ഉനേം എന്നുള്ളത് ആരാണെന്ന് വ്യക്തമല്ല. എങ്കിൽ നമുക്ക് താഴേക്ക് പാഠഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഉനേം, അവരെ എന്നല്ലെങ്കിൽ അവർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഉനേ ബീർ ബഹുഠിയോ സെ മിൽനാ ഹോതാ ഥാ. അവർക്ക് ബീർ ബഹുഠികളെ കാണേണ്ടതുണ്ടായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പഹ്ലെ നിക്കൽ ആത്തെ ഥേ. അതുകൊണ്ട് സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തേണ്ടതിൻ്റെ സമയത്തിനും വളരെ മുമ്പേ തന്നെ അവർ പുറപ്പെട്ടു. കസ്ബേ സെ സഠേ ഇൻ ഖേത്തോ മേ ബീർ ബൂഠിയാം ഹോജാ കർത്തേ ഥേ. അതായത് കസ്ബ എന്ന് വെച്ചാൽ ടൗൺഷിപ്പ് എന്നർത്ഥം. ഈ ടൗൺഷിപ്പിലോട് ചേർന്നുള്ളതായ കൃഷിയിടങ്ങളിൽ അവർക്ക് പോകുന്ന വഴിയിലാണ്, സ്കൂളിലേക്ക് പോകുന്ന വഴിയിലുള്ളതായ കൃഷിയിടങ്ങളിൽ ബീർ ബഹുഠികളെ പരതേണ്ടതുണ്ടായിരുന്നു, അന്വേഷിക്കേണ്ടതുണ്ടായിരുന്നു. സുർക്ക് മുലായം ഗദ്ബദി ബീർബൂഠ്യ. ഈ ബീർബൂഠികളുടെ പ്രത്യേകത പറയുകയാണ്. സുർക്ക് എന്നുള്ളതിൻ്റെ അർത്ഥം രക്തവർണ്ണമുള്ളതായ, അതായത് നേരത്തെ പറഞ്ഞ ലാൽ രംഗ്. മുലായം എന്നുള്ളതിൻ്റെ അർത്ഥം സോഫ്റ്റ്. അതുപോലെ ഗദ്ബദി എന്നുള്ളതിൻ്റെ അർത്ഥം ലാൽ എന്നാണ്, അല്ലെങ്കിൽ മുലായം എന്ന് തന്നെ അർത്ഥം. മുലായം എന്നുള്ളതിൻ്റെ മറ്റൊരു വാക്ക് തന്നെയാണ്. അപ്പം ഇവിടെ ചുവന്ന നിറത്തിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബീർ ബഹുഠികളെ അവർക്ക് പരതേണ്ടതുണ്ടായിരുന്നു. ധർത്തി പർ ചൽത്തി ഭിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ. മണ്ണിൽ അവിടെയായി ചലിക്കുന്നതായ രക്തത്തുള്ളികൾ പോലുള്ള പ്രാണികൾ. ഉൻകെ ബസ്തേ ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ. അവരുടെ ബാഗ്, അവരുടെ സ്കൂൾ ബാഗ്, ബസ്ത എന്നുള്ളതിൻ്റെ അർത്ഥം ബാഗ് എന്നാണ്. അവരുടെ ബാഗ് ഉൻകി പീഠ് പർ ലദേ ഹോത്തേ ഥേ. അവരുടെ തോളത്ത് അല്ലെങ്കിൽ പുറത്ത് തൂക്കിയിട്ടിരുന്നു. കന്ധോം പർ ഢങ്കേ ജാത്തേ ഥേ. അതെ, പുറത്ത് ആ ബാഗ് പുറത്ത് തങ്ങിയിരിക്കുന്നു, തോളിൽ തൂക്കിയിട്ടിരുന്നു. വേ ഏക് ദൂസരെ കെ ബഹുത് നസ്ദീക് രഹ്കർ
ബൽക്കി कहना चाहिए बिल्कुल सट कर बीर बहूटियां खोजते थे. അവര് പരസ്പരം അടുത്തിരുന്ന് ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് ബൽക്കി कहना चाहिए बिल्कुल सट कर बीर बहूटियां खोजते थे. ഈ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്നെങ്കിൽ പോലും വളരെ ചേർന്നിരുന്നാണ് ഈ ബീർ ബഹുട്ടികളെ അവർ പരതിക്കൊണ്ടിരിക്കുന്നത്. उन्हें देखने के लिए वे बारिश की गेंद भरी पूरी जमीन पर बैठ जाया करते. അവയെ കാണുന്നതിന് വേണ്ടി, അതായത് ബീർ ബഹുട്ടികളെ കാണുന്നതിന് വേണ്ടി മഴയുടെ ഗന്ധം നിറഞ്ഞതായ ആ പൂരി ജമീൻ, തവിട്ട് നിറത്തിലുള്ളതായ മണ്ണ്, തവിട്ട് നിറത്തിലുള്ളതായ മണ്ണില് അവരിരുന്നിരുന്നു. ഇതുവരെ നമ്മൾ ആരാണ് എന്ന് വ്യക്തമായിരുന്നില്ല. എന്നാൽ അടുത്ത ഭാഗത്ത് നോക്കൂ. ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിൽ ने कहा. അപ്പൊ ഇവിടെ വ്യക്തമാണ് ആ കഥാപാത്രങ്ങൾ, ആ കുട്ടികളുടെ പേര് എന്തൊക്കെയാണെന്ന്. ഒരാളുടെ പേര്, പെൺകുട്ടിയുടെ പേര് ബേല എന്നും ആൺകുട്ടിയുടെ പേര് സാഹിൽ എന്നുമാണ്. അപ്പോ സാഹിൽ ബേലയോട് പറയുകയാണ്, ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन के जैसा लाल है. നോക്കൂ ബേലെ, നിന്റെ റിബൺ പോലെ ചുവപ്പ് നിറമാണ് ഈ കാണുന്ന ബീർ ബഹുട്ടികൾ എന്ന് സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല. ഇതിനിടയിൽ വീണ്ടും സാഹിൽ ചോദിക്കുക, നീ എന്തെങ്കിലും കേട്ടോ ബേലെ? ഉടനെ ബേല മറുപടി പറയാണ്, ഹാ സുന പേലി ഘണ്ടി ലഗി ഹെ. ഫസ്റ്റ് ബെൽ അടിച്ചു. പേലി ഘണ്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെൽ എന്നർത്ഥം. ലേക്കിൻ മുജേ പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സെ. അപ്പോൾ സാഹിൽ പറയാണ്, എന്നാൽ എനിക്ക് പേനയിൽ കടയിൽ നിന്ന് മഷി നിറയ്ക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ ബെല്ലടിച്ചു. ബെല്ലടിച്ച സമയത്തും അത്രയും സമയം അവർ ഈ പരിസര ബോധമില്ലാതെ, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ് എന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെ തന്നെ അവർ ഇങ്ങനെ ബീർ ബഹുട്ടികളെ, അത്രമാത്രം ഭംഗിയുള്ളതായ ബീർ ബഹുട്ടികളെ അന്വേഷിച്ച് അല്ലെങ്കിൽ നോക്കി അവരങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും അവർക്ക് സ്കൂളിൽ എത്താൻ വൈകുമെന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷെ വീണ്ടും അവര് എന്താണ്, ഇനിയും മഷി നിറയ്ക്കാൻ കടയിൽ പോവുകയും കൂടി വേണം. അടുത്ത ഭാഗം നോക്കൂ. 1981 का साल. ഇത് ഈ ഭാഗം കഴിഞ്ഞ് ഇത് ഏത് കാലഘട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 1981 का साल. 1981 1981. ഇപ്പോൾ 1981 1981 കാലഘട്ടം, ആ സാൽ എന്നുള്ളതിൻ്റെ അർത്ഥം വർഷം എന്നാണ്. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और माल गाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിനടുത്തുള്ളതായ സവാരി ഗാഡിയോ ഓർ മാൽ ഗാഡിയോ സെ സദാ ഭര ഫുലേര ജംഗ്ഷൻ. അതായത് സവാരി ഗാഡി എന്ന് വെച്ചാൽ യാത്രാവാഹനങ്ങളും, അതുപോലെ മാൽഗാഡി എന്ന് വെച്ചാൽ ചരക്ക് വാഹനങ്ങൾ. ചരക്ക് വാഹനങ്ങളും ഒക്കെ എപ്പോഴും നിറഞ്ഞിരിക്കുന്നതായ ഒരു ജംഗ്ഷനാണ് ഫുലേര ജംഗ്ഷൻ. ആ ഫുലേര ജംഗ്ഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ ജംഗ്ഷനിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ് ഗലിയ. ഈ ടൗൺഷിപ്പിലെ ഗലി, തെരുവുകളെല്ലാം തന്നെ വളരെ ഇടുങ്ങിയതായ, അതുപോലെ അധികം തിരക്കൊന്നുമില്ലാത്ത, ഇടുങ്ങിയ തെരുവുകൾ അധികം തിരക്കൊന്നുമില്ലാത്തതാണ്. അതായത് വാഹനങ്ങളും, യാത്രാവാഹനങ്ങളും, അതുപോലെ തന്നെ ഈ ഫുലേര ജംഗ്ഷന്റെ പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. യാത്രാവാഹനങ്ങളും അതുപോലെ തന്നെ ചരക്ക് വാഹനങ്ങളും നിറഞ്ഞത്. എന്നാൽ അവിടുത്തെ ഓരോ തെരുവുകൾ, ഇടനാഴികളൊക്കെ എങ്ങനെയാണെന്ന് പറയാ, അധികം തിരക്കൊന്നും ഇല്ലാത്തതാണ്, ശൂന്യമാണ്. ഗലിയോമേ ഖാമോഷ് ഖഡേ ബിജ്ലി കെ ഖംഭേ. ആ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്നതായ ഇലക്ട്രിക് പോസ്റ്റുകൾ. ബിജ്ലി കാ ഖംഭ എന്ന് പറഞ്ഞാൽ ബിജ്ലി, ഇലക്ട്രിസിറ്റി. ബിജ്ലി കെ ഖംഭേ ഇലക്ട്രിക് പോസ്റ്റ്. ഖംഭോ കെ ബീച്ച് ഖിഞ്ചി താരോ കി ഖത്താരെ. അതായത് ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായ കമ്പികളുടെ നിരകൾ. താർ എന്ന് വെച്ചാൽ കമ്പി എന്നർത്ഥം. इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते भेरी वाले. അവിടെ എവിടെയായി കാണുന്നു, ആരാണെന്ന് പറയുന്നു, മീഠി ഘണ്ടിയാ ബജാത്തെ ഭേരി വാലെ. അതായത് ബെല്ലടിച്ചുകൊണ്ട് പോകുന്നതായ കച്ചവടക്കാർ. ഐസ്ക്രീം, അതുപോലെ തന്നെ കുൽഫി, ബോംബെ മിഠായി പോലുള്ളതായ സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ
അല്ലെങ്കിൽ ഐസ്ക്രീം പോലുള്ളതായ കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്നതായ ആളുകൾ അവരുടെ സൈക്കിളിൽ ഒരു ഇരുമ്പ് കഷ്ണം കെട്ടിയിട്ടുണ്ടാവും. അതിലിങ്ങനെ തട്ടുമ്പോൾ കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതിങ്ങനെ തട്ടുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എങ്കിലും മീഠി ഖണ്ഡി എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇവരെല്ലാം മധുര പലഹാരങ്ങളാണ് വിൽക്കുന്നത്. അതുകൊണ്ടാണ് മീഠി ഖണ്ഡി എന്ന് ഉദ്ദേശിക്കുന്നത്. മധുരമായ ബെല്ലടിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന വളരെയധികം ആസ്വാദനീയമായ ഒരു കാര്യം. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് അവരുടെ ആ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങി കഴിക്കാമല്ലോ. ഏക് അന്ധേരി സി ഗലി മേ 6-7 ഗദ്ദോങ്കി ഗുരോങ്കി ഠാപ്പോങ്കി ആവാസി. അതുപോലെ ആ ഇരുണ്ട തെരുവില് ഒരു 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നു. ഖുർ എന്ന് വെച്ചാൽ കുളമ്പ് എന്നർത്ഥം. ഠാപ്പോങ്കി ആവാസ്, ഇവിടെ ഖുറോങ്കി ഠാപ്പോങ്കി ആവാസ് എന്ന് ഉദ്ദേശിക്കുന്നത് കുളമ്പടി ശബ്ദം. അവർ നടന്നു പോകുന്നതായ ഈ കഴുതകൾ നടന്നു പോകുന്നതായ ശബ്ദം. ഉൻകെ പീछे ചൽത്ത ഏക് ബദൻ ഉഘാടേ കുംഹാർ. ഈ കഴുതകൾക്ക് പിന്നാലെ നടന്നു പോകുന്ന ഒരു മുതുക് വളഞ്ഞതായ അല്ലെങ്കിൽ ഒരു കൂനനായ കുശവൻ. ബദൻ ഉഘാടന എന്ന് വെച്ചാൽ ബദൻ ശരീരം. അപ്പം ശരീരം മുൻപോട്ട് വളഞ്ഞിരിക്കുന്നതായ. കുംഹാർ എന്നുള്ളതിൻ്റെ അർത്ഥം കുശവൻ. മൺപാത്രങ്ങളൊക്കെ നിർമ്മിക്കുന്ന ആളിനെയാണ് കുംഹാർ എന്ന് പറയുന്നത്. ഇസി ദൃശ്യക്ക് ബീച്ച് സേ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ ബേല और സാഹിൽ. ഈ കാഴ്ചകൾക്കിടയിൽ കൂടിയാണ് കടന്നു പോകുന്ന 2 കുട്ടികളെ നമ്മൾ കാണുന്നത്. 2 സ്കൂൾ വിദ്യാർത്ഥികളെ കാണുന്നത്. അവരാരൊക്കെയാണ്? ബേല और സാഹിൽ. ഉൻ ദിനോം പെൻ മേ 5 പൈസെ മേ നീലി സ്യാഹി ഭരി ജാതി थी. ഈ കാലഘട്ടത്തിൽ, അതായത് 1981 കാലഘട്ടത്തിൽ കടകളിൽ നിന്ന് 5 പൈസയ്ക്ക് ഒരു പേന മഷി നിറച്ച് എടുക്കാൻ സാധിക്കുമായിരുന്നു. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ ഉപയോഗിച്ച് പേനയിൽ മഷി നിറച്ചിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട ഭാഗമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിരിക്കുന്നതായ ഒരു കാര്യമാണ്. ഇതാണ് ഈ സ്റ്റാർ 2 ഇടത്തും കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ മാർക്കിനിടയിലായി കൊടുത്തിരിക്കുന്നത്. അടുത്തത് പെൻമേ कुछ स्याही बची थी, उसे साहिल ने जमीन पर छिड़क दिया. പേനയിൽ കുറച്ച് മഷി ശേഷിച്ചിരുന്നു. ഇപ്പം എന്തായാലും കടയിൽ നിന്ന് മഷി നിറയ്ക്കാൻ പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് സാഹിൽ ആ പേനയിൽ ശേഷിച്ചിരുന്ന മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു. छिड़क देना എന്ന് വെച്ചാൽ കുടഞ്ഞു കളയുക. നൈ സ്യാഹി ഭർവാനെ के लिए दोनों दुकान पर पहुंचे. പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി, പേനയിൽ പുതിയതായി മഷി നിറയ്ക്കുന്നതിന് വേണ്ടി 2 പേരും കടയിൽ എത്തിച്ചേർന്നു. एक पेन स्याही भर दो, साहिल से पहले ही बेला ने दुकान वाले से कहा. ആർക്കാണ് പേനയിൽ മഷി നിറയ്ക്കാനുള്ളത്? സാഹിലിന്. പക്ഷേ സാഹിൽ പറയുന്നതിന് മുൻപേ തന്നെ ബേല കടക്കാരനോട് പറഞ്ഞു, ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേന മഷി നിറച്ച് തരൂ. അപ്പോൾ സാഹിൽ സംസാരിക്കുന്നതിന് പകരം സാഹിലിന് വേണ്ടി ബേലയാണ് പറയുന്നത്. ബേട്ടാ സ്യാഹി की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. മക്കളെ, ഇവിടെ ബേട്ട എന്നൊരു കുട്ടി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. സ്യാഹിക്ക് ബോത്തൽ അബി അബി ഖാലി ഹോ ഗയി ഹേ. മഷിക്കുപ്പി, സ്യാഹി മഷി, ബോത്തൽ ബോട്ടിൽ. അപ്പോൾ മഷിക്കുപ്പി ഇപ്പൊ കാലിയായതേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെ കിട്ടുകയുള്ളൂ. ലേക്കിൻ ഇസ്നെ തോ പെൻ മേ ജോ സ്യാഹി थी उसे भी जमीन पर छिड़क दिया, ബേല ബോലി. ബേല കടക്കാരനോട് പറയാ, എന്നാൽ ഇവനാണെങ്കിൽ പേനയിൽ ശേഷിച്ചിരുന്നതായ മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു. പുതിയ മഷി കിട്ടുമെന്ന് വിചാരിച്ച് പേനയിൽ ശേഷിച്ചിരുന്നതായ മഷി തറയിൽ കുടഞ്ഞു കളഞ്ഞു എന്ന് പറയുകയാണ്. ഉടനെ കടക്കാരൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ബാദൽക്കോ ദേക്കർ ഘടേക്കോ നഹീ ടുലാനാ ചാഹിയേ. മേഘത്തെ കണ്ടിട്ട് കുടത്തെ ഉടച്ച് കളയരുത്. എന്താണ് ഇതിന്റെ അർത്ഥം? അതായത് നമ്മൾ ആകാശത്തിൽ കാണുന്ന മേഘങ്ങൾ എല്ലാം തന്നെ പെയ്യുന്നവയല്ല. നമ്മൾ മഴ പെയ്യും എന്ന് പ്രതീക്ഷിച്ച് നമ്മുടെ കൈവശമുള്ളതായ കുടം ഉടച്ചു കളഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് വെള്ളം എടുക്കാൻ സാധിക്കാതെ വരും. അപ്പൊ അവിടെ ഒരു ഉപമയുടേതായ രീതിയിൽ പറയുകയാണ്, ഉണ്ടായിരുന്ന മഷി കുടഞ്ഞു കളഞ്ഞത് എന്തുകൊണ്ടാണ്? വേറെ മഷി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്നതും പോയി, പുതിയതൊട്ട് കിട്ടിയതുമില്ല എന്നുള്ള അവസ്ഥയിലാണ്.
അതുകൊണ്ടാണ് കടക്കാരൻ ഇങ്ങനെ പറയുന്നത്, ബാദൽ കോ ദേഖർ ഘടെ കോ നഹീ ഢുലാനാ ചാഹിയേ. ദുക്കാൻ വാലെ ഭയ്യാ നെ കഹാ ഔർ പൂഛാ. അപ്പൊ കടക്കാരൻ ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു, കോൻ സി മേ പഠ്തേ ഹോ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? പാഞ്ച്വേ മേ. സാഹിൽ ने ऐसे बुरे मन से बताया जैसे पांचवें में पढ़ना पाप हो. 5ാം ക്ലാസ്സിൽ സാഹിൽ വളരെ എന്താ പറയുന്നേ, നിരാശാഭാവത്തിലാണ് പറയുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്തോ ഒരു പാപം എന്ന അവസ്ഥയിലാണ്, വളരെ നിരാശയോടെ, അതായത് മഷി കിട്ടാത്തതിൻ്റെതായ ആ നിരാശയിലാണ് ഈ ഒരു ഭാവത്തില് സാഹിൽ പറയുന്നത്. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനേക്ക, രണ്ടുപേരും ആണോ? हाँ दोनों, और हम दोनों का सेक्शन भी एक ही है ये. അതായത് അതെ അതെ രണ്ടുപേരും. ധാര പറയുന്നത് ശ്രദ്ധിക്കൂ, ബേലാനെ ऐसे खुश होकर बताया जैसे कोई बहुत बड़ी बात है. അതായത് ബേലയാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഒരു ഞങ്ങൾ രണ്ടുപേരും അതെ, ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹേ, ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷനും ഒന്ന് തന്നെയാണ്. എ ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതെന്തോ ഒരു വലിയ കാര്യമായിട്ടാണ് ബേല കടക്കാരനോട് പറയുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे. ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേ കാം കർത്തെ തോ ദോനോ കോപ്പി മേ കാം കർത്തെ थे. കോപ്പി, അതായത് കോപ്പി എഴുതുന്നതായ സമയത്ത് രണ്ടുപേരും ഒരേ സമയം കോപ്പി എഴുതിയിരുന്നു. കിതാബ് പഠ്തേ തോ ദോനോ കിതാബ് പഠ്തേ. പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും പുസ്തകം തന്നെ വായിച്ചിരുന്നു. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠ്തേ. അതുപോലെ തന്നെ പാഠവും, ഏതെങ്കിലും പാഠം വായിക്കുകയാണെങ്കിൽ, ഒരാൾ വായിക്കുകയാണെങ്കിൽ അടുത്ത ആളും അതേ പാഠം തന്നെയായിരിക്കും വായിക്കുന്നത്. സാഹിൽ ചമക് ഉഠി സൻ 57 में वह तलवार पुरानी थी. ഒരു കവിതാഭാഗമാണ്. ഝാൻസി റാണിയുമായി ബന്ധപ്പെട്ട ഒരു കവിതാഭാഗത്തിലെ ഒരു ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സാഹിൽ കവിതയിലെ ലൈൻ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ, പഠ്താ തോ ബേല ഭി ചമക് ഉഠി സൻ 57 में वह तलवार पुरानी थी പഠ്തി थी. അതേ കാര്യം തന്നെ ബേലയും വായിച്ചിരുന്നു. ഇപ്പം സാഹിൽ എന്താണോ ചെയ്യുന്നത് അതേ കാര്യം തന്നെ ബേലയും ചെയ്തിരുന്നു. ബേല കേത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ഇനി ബേല ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കും സാഹിലും ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് പറയാണ്, ബേല കേത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ഇവിടെ ബഹൻജി ഉദ്ദേശിക്കുന്നത് ബഹൻ സിസ്റ്റർ എന്നാണ്. സാധാരണ ക്ലാസ്സിലായിരിക്കും നമ്മൾ സിസ്റ്റർ എന്നുള്ള അർത്ഥത്തിലായിരിക്കില്ലല്ലോ പറയുന്നത്. അപ്പൊ ഇവിടെ മാം അല്ലെങ്കിൽ ടീച്ചർ എന്നൊക്കെയുള്ള ആ ആശയത്തിലായിരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നത്. ബെഞ്ചി പാനി പീനെ ചലേ ജാവും, അല്ലെങ്കിൽ സിസ്റ്റർ എന്നുള്ള ആശയത്തിലായാൽ പോലും സിസ്റ്റർ വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ. സാഹിൽ ബി കേത്ത, സാഹിലും പറയുമായിരുന്നു, ബെഞ്ചി പാനി പീനെ ചലാ ജാവും, വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ സിസ്റ്റർ. അതായത് രണ്ടുപേരും ഒരേ കാര്യം. കോപ്പി എഴുതിയാണെങ്കിൽ രണ്ടുപേരും ഒരുപോലെ, പുസ്തകം വായിക്കുകയാണെങ്കിൽ പുസ്തകത്തിലെ ഒരേ കാര്യം തന്നെ രണ്ടുപേരും ചെയ്യുന്നു. അതുപോലെ വെള്ളം കുടിക്കാൻ പോവുകയാണെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ച് വെള്ളം കുടിക്കാൻ പോയിരുന്നു. അപ്പോൾ ഇത് വളരെ രണ്ട് കുട്ടികൾ തമ്മിലുള്ളതായ സൗഹൃദത്തിൻ്റെ കഥയാണ് ഈ ബീർബോട്ടി എന്ന കഥ. നമുക്ക് ഇന്ന് ഈ ഇത്രയും ഭാഗം നോക്കാം. ഇത് നിങ്ങൾ പാഠം നന്നായി വായിക്കുക. ഈ പാഠഭാഗത്തിൽ നമ്മളിപ്പോൾ കണ്ടതായ ഭാഗത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, പട്കഥ തയ്യാറാക്കാൻ ചോദിക്കാം, ഡയറി തയ്യാറാക്കാൻ ചോദിക്കാം. അത് രണ്ടുപേരുടെയും, ബേലയുടെയും സാഹിലിൻ്റെയും ഡയറി തയ്യാറാക്കാൻ ചോദിക്കാം. ഇനി ഈ പാഠത്തിൽ ആകമാനം ഈ പാഠം മുഴുവനായി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബേലയുടെയും സാഹിലിൻ്റെയും ചരിത്രഗത് വിശേഷതായി, അതായത് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനായിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ വാർത്താലാപ് തയ്യാറാക്കാനായിട്ട് ചോദിക്കാം. പട്കഥ, വാർത്താലാപ് ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. പട്കഥ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ കീ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പട്കഥ തയ്യാറാക്കുന്നതും വാർത്താലാപ് തയ്യാറാക്കുന്നതുമൊക്കെ ഇവിടെ തന്നെ ഈ പഠിപ്പിച്ച ഭാഗത്തിൽ ആദ്യ ഭാഗത്ത് ബേലയും സാഹിലും തമ്മിലുള്ളതായ, അതായത് ബീർബോട്ടിയെ കാണുന്ന സമയത്തുള്ളതായ പട്കഥ തയ്യാറാക്കാൻ ചോദിക്കാം. അതേപോലെ തന്നെ വാർത്താലാപ് തയ്യാറാക്കാനും ചോദിക്കാം. അതുപോലെ ഈ കടക്കാരൻ്റെ അടുക്കൽ എത്തിയതിനു ശേഷമുള്ളതായ ഭാഗവും പട്കഥയുടെ രൂപത്തിൽ എഴുതാനോ അല്ലെങ്കിൽ വാർത്താലാപിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ സംഭാഷണത്തിൻ്റെ രൂപത്തിൽ എഴുതാനോ ചോദിക്കാം. അതുപോലെ ഈ ഭാഗത്തെ കാര്യങ്ങൾ
കടക്കാരുടെ ഡയറിയുടെ രൂപത്തിലോ ബേലയുടെ ഡയറിയുടെ രൂപത്തിലോ സാഹിലിൻ്റെ ഡയറിയുടെ രൂപത്തിലോ ഒക്കെ എഴുതാൻ ചോദിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി നോക്കി മനസ്സിലാക്കുക. ഓരോ ഭാഗത്തും അതുപോലെ സംഖ്യ, സർവനാം, ക്രിയ ഇതെല്ലാം ഏതൊക്കെ വരുന്നു എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കും. നമുക്ക് വീണ്ടും അടുത്ത ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ധന്യവാദം.